വേണോ? ഐസ്ക്രീം തന്നല്ലേ, അപ്പൊ വേണമെങ്കിൽ ഇച്ചിരി കുറ്റ. നല്ല സാധനം നല്ല കേട്ടോ. അയ്യോ എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവാ. ചിലപ്പോ തേങ്ങ ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, ഈ ഡ്യൂട്ടി ഫ്രൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണോ? ഡ്യൂട്ടി ഫ്രൂട്ടിയാ? ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഇഷ്ടല്ല കളിക്കല്ല അടി കിട്ടുക വേണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അത്ര പ്ലാനിങ്ങോട്, അതായത് ഇന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. കാരണം ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നലെ സ്റ്റുഡിയോയിലേക്ക് ഒരു ഫോൺ കോൾ. ആ ചലഞ്ചിന്റെ പേരെന്താ? നെയിം മീറ്റിംഗ് ചലഞ്ച്. ഓക്കെ, അതെന്ത് ചലഞ്ചാ? ഓ അങ്ങനെ. ഇപ്പൊ എന്റെ പേര് വൃന്ദാന്നാണെങ്കിൽ ഞാൻ VRINDH എന്നുള്ളതിൽ ഫുഡ് കഴിക്കണം അല്ലേ? ഓക്കെ, ചെയ്തേക്കാം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ആ കുട്ടി സബ്സ്ക്രൈബറിന് വേണ്ടിട്ട് നമ്മളിന്ന് നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോ ആളുടെ പേരിൽ തന്നെ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് ലെറ്റർ F ആണ്. അപ്പൊ F കൊണ്ട് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഫിഷ് ഉണ്ട്, ഇവിടെ ഇപ്പൊ മീനുണ്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ എന്താ പറയാ, F വെച്ച് ഫിഷ് മന്തി, അടുത്ത ലെറ്റർ വെച്ച് മന്തി. ഇത് ഫുള്ളിരുന്ന് മന്തി എന്നല്ല പരിപാടി. ഇവിടെ മീൻ കഴിക്കാലോ, ഇവനും വേണമെങ്കിൽ ഫിഷ് കഴിക്കാം. ഇല്ല, അപ്പൊ ഞാനും തിന്നു. രാമൂട്ട ഫിഷ് കഴിക്കാത്തോണ്ട് F വെച്ചിട്ട് നീ ആലോചിക്കും. ഫ്രൂട്ടോ അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു സാധനം ചെയ്യും. അതെന്താ ഇപ്പൊ പറയാ F വെച്ചിട്ട്? ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ്, അത് ഓർത്തില്ല. മോളി, ഞാൻ ഫ്രഞ്ച് ഫ്രൈസിന്റെ കട്ട ഫാനാ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫിഷും രാമൂട്ടൻ ഫ്രഞ്ച് ഫ്രൈസും കഴിക്കട്ടെ. കം ഓൺ ഗൈസ്, ഒരാളെ പണി പാളി കിട്ടണം. എനിക്ക് കിട്ടണോ? അങ്ങനെ തന്നെ വേണം. പറ. അല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതങ്ങനെ കഴിക്കാനാ ഫിഷ് ഫ്രൈ ആന്ന് വിചാരിച്ചത്. പക്ഷെ ഫിഷ് കറി ഒന്നും തല എനിക്ക് ഇഷ്ടമല്ല. തല ഒരു കുഴപ്പമില്ല. കറിയെങ്കിൽ കറി. എവിടെ നിന്റെ ഫ്രൈസ്? ഇവിടെ ഇഷ്ടല്ല കളിക്കല്ല അടി കിട്ടുക വേണ്ട. ഈ മീനൊക്കെ കഴിക്കാതെ ഇങ്ങനെ ജീവിക്കണം. അതുപോലെ വെജാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ചിക്കനും ബീഫും ഒക്കെ നല്ലോണം മുട്ട തരും. എന്നിട്ട് മീൻ കഴിക്കാൻ പാടുന്നത് ഏറ്റവും നല്ല ഫ്ലേവർ മീനിലല്ലോ. എന്റെ ഫസ്റ്റ് കഴിഞ്ഞു. രാമൂട്ടന്റെ F എവിടെ? രാമൂട്ടന്റെ ഫുഡ് എവിടെ? അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് F4. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രഞ്ച് ഫ്രൈസ് ഓർ ഫലൂദ. അങ്ങനെ ഞാൻ പറഞ്ഞുതരാൻ പാടില്ല. ഇവ തന്നെ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോ F ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ മൈ നെക്സ്റ്റ് ലെറ്റർ ഇസ് A. ഞാൻ A കൊണ്ട് അടുത്ത ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യാൻ പോകണം. നീ ഇവിടെ ഇരുന്നോ കേട്ടാ, തോറ്റ് തൊപ്പിയിട്ട്. ഹലോ, ഇതെന്താണ് രാമൂട്ട് ഒന്നാമത്തെ ചഞ്ചു മൂന്ന് എനിക്കൊന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും. വന്ന് എന്ത് സാധന റോയൽ ഫലൂദ. എനിക്കും F വെച്ച് കഴിക്കാട്ടാ. ഇല്ല നിന്റെ ഈ ഡ്യൂട്ടി ഫ്രൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണോ? ഡ്യൂട്ടി ഫ്രൂട്ടിയാ? ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. അപ്പൊ ഗൈസ്, F കഴിഞ്ഞിരിക്കാണ്. ഇനി അടുത്ത അക്ഷരം ഏതാ? A for apple. ഞാൻ പിടിച്ചു. A for apple പിടിച്ച. A for avocado shake. ഓക്കെ, അപ്പൊ ഗ്യാസ് സ്റ്റവ്. ഗൈസ്, അപ്പൊ അതെന്താ തണുപ്പ് വെച്ചിട്ട് അപ്പൊ നമ്മള് ജ്യൂസ്
പൊത്ത് കഴിക്കാം അല്ലേ? ഞാൻ ജ്യൂസ് കുടിക്കട്ടെ, നീ ആപ്പിൾ പോയി തിന്നോ. അവിടെ ഗായ്സ്, അപ്പൊ നമ്മൾ എ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആപ്പിളൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പറഞ്ഞത് അവക്കാഡോ ജ്യൂസ് ആയതുകൊണ്ട് നമ്മൾ അവക്കാഡോ ജ്യൂസ് ഓഫ് കോഴ്സ് പുറത്ത് പോയി കഴിക്കണം. ഹലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ലെറ്ററായ എ കൊണ്ട് ഞാൻ ആപ്പി ഫിക്സും രാമൂട്ടൻ ആപ്പിളും ആണ്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ബില്ല് ചെയ്യട്ടെ. കമോൺ. അത് നിന്റെ ചലഞ്ചല്ല, അത് നിന്റെ ചലഞ്ചല്ല. നമ്മുടെ റോട്ടിൽ കിടന്ന് തല്ലുണ്ടാകും. അത് എന്റെ ചലഞ്ചാണോ? അത് ആപ്പിള് തിന്നുകൊണ്ട്. അടിപൊളിയാ. സോ ഐ കംപ്ലീറ്റഡ് മൈ സെക്കൻഡ് ചലഞ്ച് ഗൈസ്, ആപ്പി ഫിക്സ്. ആപ്പി ഫിക്സ് ഓടി വാ. Guys, this is unfair. So guys, the third letter is T. അതുകൊണ്ട് നമുക്ക് ഞാൻ ടീ കുടിക്കുന്നു. ഗൈസ്, അങ്ങനെ ഭൂതാപത്ത അക്ഷരമായ ടീ. നമ്മൾ ചായ കുടിക്കാൻ വന്നേക്കാണ് നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക്. ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ ചലഞ്ച് ആയ ടീ. അപ്പോൾ പറഞ്ഞു തന്നത് നമ്മൾ ഈ ടീ ഒരേതെടുത്ത് അത് നമുക്ക് ടീ വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ടീ വെച്ച് ഇങ്ങനെ ചെയ്തു. ഇനി അടുത്ത അക്ഷരം എച്ചും കൊണ്ട് എനിക്കൊരു സാധനമുണ്ട് ഗൈസ്. എനിക്ക് എച്ചും കൊണ്ട് കിട്ടി. ചേട്ടാ, ഹോർലിക്സ് 2 പാക്കറ്റ്. ഗൈസ്, എനിക്ക് കിട്ടി എച്ചും കൊണ്ട് ഹോർലിക്സ് കിട്ടി. ഇവൻ തോറ്റിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ മുന്നിൽ നീ തോറ്റിരിക്കുകയാണ്. നീ ഇതിന്റെ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പേ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്ക ചേച്ചി. ചലഞ്ച് ചെയ്യട്ടെ. ഇതെന്താ പറിച്ചു അങ്ങ് മുറിച്ചകത്ത് കിട്ടണം. ഒരു കുഴപ്പമില്ല, വേറെ പാക്കറ്റ് ഉണ്ട്. ഒരു ഹോർലിക്സ് പാക്കറ്റ് കൂടെ ഇല്ലേ? അത് നടക്കൂല രാമൂട്ടാ. കിട്ടിയ മോനെ. സാധനം കയ്യിലുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഹലോ, H4. അത് മുഴുവൻ കുടിക്കല്ലേ? വയനാടൻ ചുരങ്ങളിൽ നിന്നും ചെറുതേൻ. അടുത്ത അക്ഷരം ഐ. ഐസ്ക്രീം. ഐസ്ക്രീം ഞാനും പറയാം. ഐസ്ക്രീം ഫസ്റ്റ്. ഞാൻ ഐസ്ക്രീം. ഗൈസ്, അപ്പോ എന്റെ വക ഐസ് ടീ പ്രിപ്പറേഷൻ ആണ്. നീ ഐസ് എടുത്ത് ഐസ്ക്രീം ഇവിടെ ഉണ്ടോ? ഐസ്ക്രീം ഉണ്ട്. ചോക്ലേറ്റ്. അപ്പൊ ഗൈസ്, ചായ ചൂടാറി കഴിഞ്ഞു. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ഐസ് ടീ നമുക്ക് അവിടെ ചെന്ന് കുടിക്കാം. ഇതെന്താ ഐസ് ടീ കണ്ടിട്ടില്ലേ? ഒറ്റ കുടിച്ചാ മതി. ഗൈസ്, ആക്ച്വലി ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ടേസ്റ്റ് അറിയാത്തോണ്ടാ, കണ്ടാ തന്നെ അറിയാം. കുടിക്കേ. ഇത് ഞാനാണ് നാരങ്ങ പിഴിഞ്ഞു വെച്ചത്. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഒഴിക്കാൻ പോണ്. നാരങ്ങ പിഴിഞ്ഞൊന്നും ഒഴിച്ചില്ലായിരുന്നു. പക്ഷെ ഇത് ആക്ച്വലി ഒരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്. വേണോ? ഐസ്ക്രീം തന്നല്ലേ, അപ്പൊ എനിക്ക് ഇച്ചിരി കുറ്റ. തലറങ്ങി വീഴൂ. കുടിച്ചേ, നല്ല സാധനം നല്ല കേട്ടാ. ഇറ്റ്സ് എ വെരി റിഫ്രഷിങ് ഡ്രിങ്ക്. സമ്മറിലൊക്കെ കഴിക്കാൻ പറ്റിയ സാധനം. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചു തന്നാലും കാഴ്ച പോവാ. തേങ്ങ ഉണ്ടാക്കി. ഓക്കെ ഗൈസ്,
അങ്ങനെ നമ്മുടെ ഐ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. വാട്ട്സ് ദ നെക്സ്റ്റ് ചലഞ്ച്? ഇത് കഴിച്ചിപ്പോ കണ്ണടിച്ചു പോവും. എന്തോ വിഷാറ്റ കലക്കിക്കൊണ്ടതിന് വിളി അങ്ങനെയൊന്നുമില്ല. പോയി. നാരങ്ങ ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു. നാരങ്ങ വളർത്തതാ വേറെന്തെല്ലാം ഇട്ടിട്ടുണ്ട്? മിന്റ് ലീവ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏത് ഐസ് അത്? മറ്റേ മീൻ വെക്കുന്ന ഐസ് ആയിട്ടാ. ലെറ്റർ ഐ ചലഞ്ച് ഞങ്ങൾ തീർത്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഇത് എത്ര ലെറ്ററായി തരാട്ടാ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിക്കുന്നുണ്ട് പിന്നെ. ഓക്കെ ഗൈസ്, അപ്പോ നെക്സ്റ്റ് ലെറ്റർ എന്നാന്ന് പറയാന്ന്. എം. മിൽക്ക്. ഞാൻ പാല് കുടിക്കും. പാലുണ്ട്, പാല് കാച്ചി കുടിക്കും. അതാ പച്ചപ്പാല കുടിക്കുന്നേ. പച്ചപ്പാല് കുടിച്ചാൽ മതിയല്ലേ ഗൈസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് പച്ചപ്പാലിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പച്ചപ്പാല കുടിക്കാൻ പോണം. അരെ വാ, കിട്ടി മോനെ, കിട്ടി മോനെ. അങ്ങനെ ഞാൻ ചലഞ്ച് കംപ്ലീറ്റ്. വെറുതെ പാല് കിട്ടി. വിട്ടോ ഐ കംപ്ലീറ്റഡ് മൈ ചലഞ്ച്. ഈ പാലെടുക്കാലോ? പാലെടുത്തോ? ഒരു സാധനം ഉണ്ട് വിട്ടോ. എന്ത് സാധനം? അതിലാട്ട് തരാം വിട്ടോ. നിനക്കത് കാണിച്ചു കൂടി ഞാൻ തരത്തില്ല. നോക്കണ്ട, കാണിച്ചു തരൂല വിട്ടോ. നിങ്ങളെല്ലാവരുടെ ടീമല്ലേ, പൊക്കോ. എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്ത് സാധനമാണോ അത്? റോസ് മിൽക്ക്. റോസ് ആണ്. 6 വെച്ചിട്ടാണ് തുടങ്ങണത്. ഇത് റോസ് മിൽക്ക് അല്ല. പിന്നെന്താ? എം വെച്ചിട്ടല്ലേ വേണ്ടേ? മിൽക്ക് റോസാ? മിൽക്ക് റോസ് അല്ല, ഹണി റോസ്. എന്താണ്? കാണിച്ച് നോക്കട്ടെ. എന്ത്? ഇത്തിരി തരുമോ? നോക്കട്ടെ. എന്താ പിങ്ക് കളറില്? ഇതാണ് മുഹബത്ത് കാ സർബത്ത്. അത് കൊള്ളാം. കുറച്ച് തരോ? പുളിയായിട്ടുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവൻ പണ്ട് ജ്യൂസ് കടയിലായിരുന്നു. അതിന്റെ എല്ലാ കൈപ്പുണ്ണിയും ഉണ്ട്. ഞാൻ ഒത്തിരി താരാമൂട്ടാ. കോമ്പറ്റീഷൻ ആയിട്ട് ആക്കിയപ്പോ നീ നന്നിട്ടുണ്ടാക്കിയാലോ ഗൈസ്. ഇത് ഞെട്ടിച്ചിട്ടാ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അടുത്ത് പക്ഷെ അടുത്ത അക്ഷരല്ലേ എനിക്കും വലിയ ഐഡിയ ഇല്ല എന്ത് ചെയ്യൂന്ന്. സോ ഗൈസ്, ദ നെക്സ്റ്റ് ലെറ്റർ ഇസ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് എ. ഫോർ ആൽമണ്ട്സ്. ഇവിടെ ഉണ്ടാവുമല്ലോ. ഗൈസ്, ഇതുകൊണ്ട് ഇപ്പോഴത്തെ ഗുണമുണ്ടായത് ഗൈസ്. കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിൽ നിന്ന് ഒരു ഹാമ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ നട്സിന്റെ 2 ആൽമണ്ട് കൂട്ടോ? 2 ആൽമണ്ട് കൂട്ടൂല, പോക്ക് ഉടനൊന്ന്. ഇവിടെ എല്ലാത്തിലും തൊണ്ട് മാത്രമേ ഉള്ളൂല്ലോ. പിസ്ത മാത്രമേ ഉണ്ടാവുള്ളൂ. കിട്ടി ഗൈസ്. അപ്പോ ഒരു ആൽമണ്ട് കഴിക്കാം. ഇത് ആദ്യം കണ്ടുപിടിച്ച ഞാനാണ്. അപ്പൊ ഇത് എന്തായാലും സത്യം പറഞ്ഞ എന്റെ വിന്നർ ഞാനാണ് ശരിക്കും. അയ്യാടാ, കണ്ടുപിടിക്കുക. ഞാൻ സക്സസ്ഫുള്ളി എന്റെ ചലഞ്ച് തീർത്തിരിക്കുകയാണ്. A for almonds. ശരി, എന്നാ എനക്കൊന്ന് പറഞ്ഞ. എനിക്കറിയില്ല. എടാ, അപ്പൊ ഇഷ്ടയുടെ തൊണ്ട് മാത്രമേ ഉള്ളൂ. എന്താ സാധനം ഇനിയും പോയി ഉണ്ടാക്കണായിരിക്കും എന്തെങ്കിലും. ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കപ്പലണ്ടി മിഠായിയാണ്. അയ്യടാ, കപ്പലണ്ടി എനിക്ക്. ഇന്നെന്താ? എനിക്കിത് അഭ്യർത്ഥിക്കട്ടെ. എന്താ ഇത് കണ്ണൂരിലെ ചലഞ്ച് അല്ല. അതിനെന്താ? ഞാനല്ല ചലഞ്ച് ചെയ്യുന്നേ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാലോ. A4 അഭ്യർത്ഥിക്കട്ടെ. ഏത് നാട്ടിലാണ് ഇതിന് അഭ്യർത്ഥിക്കട്ട? ഇതിനകത്ത് പീനട്ട് ക്യാൻഡി. പീനട്ട് ക്യാൻഡി അഥവാ നിങ്ങളുടെ നാട്ടിൽ അഭ്യർത്ഥിക്കട്ടാന്നൊന്നല്ലല്ലോ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആരാണ്? ഫാത്തിമയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. ഫാത്തിമ സമ്മതിച്ചു കൊടുക്കരുത്. ഇവിടെ നാട്ടിൽ ഇവിടെ അഭ്യർത്ഥിക്കട്ടാന്ന് പറഞ്ഞ സാധനം ഇല്ല. A4 അഭ്യർത്ഥിക്കട്ടെ. ഓക്കെ.